ഫണ്ടഡ് അക്കൗണ്ടിനെ കുറച്ച് ഡൗട്ട് വെച്ച ആളുകളുണ്ട്. ആക്ച്വലി അവർക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. ഞാൻ നോർമലി യൂസ് ചെയ്യുന്നത് 5 years എന്ന് പറയുന്ന ഫണ്ടഡ് ഫേമാണ്. അതിൽ ഞാൻ ഹൈ സ്റ്റേക്സ് എന്ന് പറയുന്ന പ്ലാനാണ് നോർമലി ഞാൻ ചൂസ് ചെയ്യാറുള്ളത്. ഹൈ സ്റ്റേക്സ് എന്ന് പറയുന്ന പ്ലാൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 2 steps ഇവാലുവേഷൻ ഫേസ് ആയിരിക്കും അതിലുണ്ടാവും. എക്സാമ്പിൾ ഒരു $50,000 അക്കൗണ്ടാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇവാലുവേഷൻ ഫീസ് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് ഇവാലുവേഷൻ ഫീസ് അക്കൗണ്ട് കിട്ടും. സെക്കൻഡ് ഇവാലുവേഷൻ ഫീസ് പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫണ്ടഡ് ആയിട്ടുള്ള അക്കൗണ്ട് കിട്ടും. ഇതിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് ഇവാലുവേഷൻ ഫീസ് പാസ്സായി കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ടാണ് ഫണ്ടഡ് അക്കൗണ്ട് കിട്ടുക എന്നുള്ളതാണ്. ഒരു 24 to 48 hours കൊണ്ട് നിങ്ങൾക്ക് ഫണ്ടഡ് അക്കൗണ്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു ഫണ്ടഡ് അക്കൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് അത് വിത്ഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അതായത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഫണ്ടഡ് അക്കൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം മുതൽ 14 days ആണ് അതിൻ്റെ കാൽക്കുലേഷൻസ് വരുന്നത്, അതായത് കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് 14 days ആകുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് നിങ്ങൾക്ക് വിത്ഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊരു 70K അക്കൗണ്ടാണ്. ഇതിൽ $2,220 ഞാൻ ടോട്ടൽ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം 14 days ആണ് പ്രോഫിറ്റിൻ്റെ വിത്ഡ്രോ റിക്വസ്റ്റിൻ്റെ ടൈം വരുന്നത്. 13 days ആയിട്ടുണ്ട്. നാളെ ഈ ഒരു എമൗണ്ട് എനിക്ക് വിത്ഡ്രോ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു വിത്ഡ്രോ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു എമൗണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ റൈസ് വാലറ്റിലേക്കോ ക്രെഡിറ്റ് ആവുന്ന ടൈം എന്ന് പറയുന്ന ഒരു 2 to 4 days ആണ്.